എപ്പോഴും ചിരിക്കുന്ന മുഖവുമായി കാണാറുള്ള ഒരു കലാകാരൻ. പ്രായം 51 ആയെങ്കിലും അതിലും ചെറുപ്പമായി തോന്നുന്ന മുഖവും ചുറുചുറുക്കും. ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ കാണിച്ചിരുന്നുവെന്ന് സഹപ്രവർത്തകർ ഒന്നടങ്കം പറയുന്നു. അക്ഷരാർത്ഥത്തിൽ കലാഭവൻ നവാസിന്റെ വിയോഗം മലയാളികൾക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല. വെള്ളിയാഴ്ച രാത്രി 8:30-യോടെയാണ് നവാസിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഹോട്ടലിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കലാഭവൻ നവാസിന്റെ കൈകൾക്ക് അനക്കമുണ്ടായിരുന്നുവെന്നാണ് ഹോട്ടലുടമ സന്തോഷ് പ്രതികരിച്ചത്. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മൃതദേഹം ഇന്നലെ രാത്രി എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഭൗതികദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ചോറ്റാനിക്കരയിൽ പ്രകമ്പനം സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ചോറ്റാനിക്കര വൃന്ദാവൻ റെസിഡൻസിയിൽ താമസിച്ചു വരികയായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് ലൊക്കേഷനിൽ നിന്ന് 4-ാം തീയതി തിരിച്ചെത്താമെന്ന് പറഞ്ഞ് ഹോട്ടൽ മുറിയിലേക്ക് മടങ്ങിയതാണ്. ഏറ്റവും ഒടുവിലായി പുറത്തു വന്നത് ധ്യാൻ ശ്രീനിവാസൻ നായകനായ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയായിരുന്നു. വ്യത്യസ്തമായ വേഷപ്പകർച്ചയിലൂടെ ഈ സിനിമയിലെ നവാസിന്റെ പ്രകടനവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അത്തരത്തിൽ കരിയറിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിലൂടെ വലിയൊരു തിരിച്ചുവരവ് നടത്തുമ്പോഴായിരുന്നു അപ്രതീക്ഷിത വിയോഗം. 8 മണിയോടെ ചെക്കൗട്ട് ചെയ്യുമെന്ന് ഹോട്ടലിൽ പറഞ്ഞിരുന്നു. 8:30 കഴിഞ്ഞിട്ടും കാണാതായതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കുമ്പോഴാണ് കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടത്. സോപ്പും ടവലും മാറാനുള്ള വസ്ത്രങ്ങളും കിടക്കയിൽ ഉണ്ടായിരുന്നു. കുളിക്കാനുള്ള ഒരുക്കത്തിനിടെ ഹൃദയാഘാതം ഉണ്ടായെന്നാണ് കരുതുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. 25-ന് തുടങ്ങി വെള്ളിയാഴ്ച അവസാനിക്കുന്ന ഷെഡ്യൂളിലാണ് നവാസിന്റെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നത്. ചിത്രീകരണ വേളയിൽ എല്ലാവരോടും സജീവമായി തന്നെയാണ് നവാസ് ഇടപെട്ടിരുന്നതും. ചിത്രീകരണത്തിനിടെ യാതൊരു അസുഖങ്ങളും ഉണ്ടായിരുന്നില്ല. വളരെ കൂളായി നടന്നു പോയതാണ്. റൂമിൽ പോയി ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞു പോയതാണ്. ഇങ്ങനെ മരണം സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. 25-ാം തീയതിയാണ് അദ്ദേഹം പ്രകമ്പനത്തിൽ ജോയിൻ ചെയ്തത്. 2 ദിവസം ഷൂട്ടിംഗ് ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ പോയിട്ട് വരാമെന്നാണ് പറഞ്ഞത്. സിനിമയിൽ സജീവമായി വരുന്ന സമയമായിരുന്നു. വളരെ സന്തോഷത്തോടെ സിനിമയിലെയും വീട്ടിലെയും കാര്യങ്ങൾ പറഞ്ഞിരുന്നതാണെന്ന് സഹപ്രവർത്തകൻ പി കുഞ്ഞികൃഷ്ണനും പറയുന്നു. പ്രശസ്ത സിനിമാ നടൻ, അതായത് നമ്മുടെ വാത്സല്യം സിനിമയിലടക്കം അഭിനയിച്ച നടൻ അബൂബക്കറിന്റെ മകനാണ് നവാസ്. കലാഭവന്റെ സ്റ്റേജ് പരിപാടികളിലൂടെ ശ്രദ്ധേയനായ നവാസ് 1995-ൽ ചൈതന്യം എന്ന സിനിമയിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത്. മിമിക്സ് ആക്ഷൻ 500 എന്ന സിനിമയിലെ കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കേരളത്തിലും വിദേശത്തുമായി നിരവധി വേദികളിൽ മിമിക്രിയും സ്കിറ്റുകളും അവതരിപ്പിച്ചു. മറിമായം പരിപാടിയിലൂടെ ശ്രദ്ധേയനായ നിയാസ് ബക്കറാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ. ചലച്ചിത്ര താരം രഹനയാണ് ഭാര്യ. നെഹ്റിൻ, റിദ്വാൻ, റിഹാൻ എന്നിവരാണ് മക്കൾ. വടക്കാഞ്ചേരി സ്വദേശിയായ നവാസ് ആലുവ ചൂണ്ടിയിൽ നെസ്റ്റ് എന്ന വീട്ടിലായിരുന്നു താമസം. മിസ്റ്റർ ആൻഡ് മിസ്സിസ്, മിമിക്സ് ആക്ഷൻ 500, ഏഴരക്കൂട്ടം, ജൂനിയർ മാൻഡ്രേക്ക്, ഹിറ്റ്ലർ ബ്രദേഴ്സ്, മായാജാലം, മാട്ടുപ്പെട്ടി മച്ചാൻ, വെട്ടം, ചക്കരമുത്ത്, ചട്ടമ്പിനാട്, അച്ചായൻസ് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഭാര്യ രഹനയുമൊത്ത് ഇഴ എന്ന ചിത്രവും അടുത്തിടെ റിലീസായിരുന്നു. നവാസിന്റെ മരണം സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണെന്നാണ് നടനും സംവിധായകനുമായ നാദിർ ഷാ പറഞ്ഞത്. ആരോഗ്യവാനായ വ്യക്തിയായിരുന്നു നവാസ്. നന്നായി ആരോഗ്യം നോക്കുന്ന ആളായിരുന്നു. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞവരെല്ലാവരും, സഹപ്രവർത്തകരും സിനിമാ ആസ്വാദകരുമെല്ലാം അങ്ങേയറ്റം ഞെട്ടലിലാണ്. ഒരു കാലത്ത് മലയാളി പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിൽ ചിരിനിറയ്ക്കുന്ന സാന്നിധ്യമായിരുന്നു കലാഭവൻ നവാസ്. മിമിക്രിയിലൂടെയാണ് അദ്ദേഹം മിനി സ്ക്രീനിലേക്കും സിനിമയിലേക്കും എത്തിയത്. തൃശൂർ വടക്കാഞ്ചേരിയിലാണ് ജനനം. അദ്ദേഹത്തിന്റെ ബാല്യവും കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. നവാസിന്റെ അപ്രതീക്ഷിത മരണത്തിന്റെ ഞെട്ടലിൽ മലയാളി സിനിമാ ലോകം തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. കോട്ടയം നസീർ, അബി തുടങ്ങിയ പ്രഗത്ഭരോടൊപ്പം നിരവധി വേദികളിൽ നിറസാന്നിധ്യമായിരുന്നു നവാസും. കേരളത്തിലും വിദേശത്തുമായി നിരവധി വേദികളിൽ മലയാളികളെ ചിരിപ്പിച്ചു. കലാഭവന് ശേഷം കൊച്ചിൻ ആർട്സിന്റെ ബാനറിൽ സഹോദരൻ നിയാസ് ബക്കറുമായി നിരവധി മിമിക്രി ഷോകൾ ചെയ്തു. മിമിക്രി വേദിയിൽ നിന്ന് സിനിമയിലേക്കായിരുന്നു നവാസിന്റെ കലാജീവിതം. ഏകദേശം 500-ലേറെ വേദികളിൽ കലാപരിപാടി അവതരിപ്പിച്ച വളരെ ജനകീയനായ മിമിക്രി ആർട്ടിസ്റ്റും കലാകാരനുമായിരുന്നു അദ്ദേഹം. കലാഭവൻ നവാസിന്റെ മരണത്തെപ്പറ്റി ഈ ഹോട്ടൽ ഉടമ സന്തോഷ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഷൂട്ടിംഗ് സംഘം 3 മുറികളാണ് ഇവിടെ എടുത്തിരുന്നത്. മറ്റു 2 മുറികളും ചെക്കൗട്ട് ചെയ്തിരുന്നു. 209-ാം നമ്പർ മുറിയിലാണ് നവാസ് താമസിച്ചിരുന്നത്. അദ്ദേഹം ചെക്കൗട്ട് ചെയ്യാൻ വൈകിയപ്പോൾ സഹപ്രവർത്തകരെ വിളിച്ച് അന്വേഷിച്ചിരുന്നു. അപ്പോൾ മുറിയിൽ ചെന്ന് അന്വേഷിക്കാൻ സഹപ്രവർത്തകർ അറിയിക്കുകയായിരുന്നു. ഇതനുസരിച്ച് റൂം പോയി ബെല്ലടിച്ചെങ്കിലും മുറി തുറന്നില്ല. ഡോർ ലോക്ക് ചെയ്തിരുന്നില്ല. വാതിൽ തുറന്നു നോക്കിയപ്പോൾ നവാസ് തറയിൽ വീണ് കിടക്കുന്ന നിലയിലായിരുന്നു. ഉടൻ പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ച് കാര്യം അറിയിച്ചു. ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നു. കൈകളൊക്കെ അനങ്ങുന്നുണ്ടായിരുന്നു.
സിനിമാ പ്രവർത്തകരും ഹോട്ടൽ ജീവനക്കാരും ചേർന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നും ഹോട്ടൽ ഉടമ സന്തോഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കലാരംഗത്ത് സജീവമായി നിൽക്കുമ്പോഴായിരുന്നു നവാസിന്റെയും രഹനയുമായിട്ടുള്ള വിവാഹവും. പ്രണയവിവാഹമായിരുന്നു ഇരുവരുടേതും. നാട്ടിൽ വെച്ചുള്ള ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ വെച്ചാണ് രണ്ടാളും ആദ്യമായി കണ്ടുമുട്ടുന്നത്. അന്ന് താൻ പ്രതീക്ഷിച്ചതിനേക്കാളും വ്യത്യസ്തമായ സ്വഭാവമായിരുന്നു നവാസിനെന്നും അന്നത്തെ പരിപാടിയുടെ സംവിധായകൻ നവാസിക്കയാണെന്നും ആദ്യമേ രംഗപൂജ പോലൊരു ഡാൻസ് എൻ്റേതായിരുന്നുവെന്നുമൊക്കെ രഹിന ഒരു കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഈ ഒരു അനുഭവത്തെപ്പറ്റി പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞൊരു പാട്ട്, ശേഷം സ്കിറ്റ്. അന്ന് വരെ ഞാൻ സ്കിറ്റിലൊന്നും അഭിനയിച്ചിട്ടില്ല എന്നുള്ള കാര്യവും രഹന ഇരുവരുടെയും കൂടിക്കാഴ്ചയെപ്പറ്റി ഒരിക്കൽ പറഞ്ഞിരുന്നു. അന്ന് അവിടുന്ന് കണ്ട് രണ്ടാളും പിരിഞ്ഞു. പിന്നീട് രഹനയ്ക്കൊപ്പം സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിനിടെ വീട്ടിൽ എനിക്ക് വിവാഹാലോചനകൾ നടക്കുന്നുണ്ട്. നോക്കിയപ്പോൾ ഇരു കുടുംബങ്ങളും കലാകുടുംബമാണ്. അങ്ങനെ വീട്ടിൽ സംസാരിച്ചു. ശേഷം 3 വർഷം കഴിഞ്ഞാണ് വിവാഹം നടക്കുന്നതെന്നും നവാസും പറയുകയുണ്ടായി. അടുത്തിടെ പുറത്തിറങ്ങിയ ഇഴ എന്ന ചിത്രത്തിൽ നവാസും ഭാര്യ രഹനയും കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ചിരുന്നു. സത്യത്തിൽ കലാഭവൻ എന്ന ചിരി ബ്രാൻഡിന്റെ ഏറ്റവും പ്രശസ്തമായ മേൽവിലാസമായിരുന്നു കലാഭവൻ നവാസ്. അല്ലെങ്കിൽ കലാഭവന്റെ ഒരു ബ്രാൻഡ് അംബാസഡർ എന്ന് പോലും ഈ കലാകാരനെ വിശേഷിപ്പിക്കാം. മാട്ടുപ്പെട്ടി മച്ചാൻ എന്ന സിനിമയുടെ തിരക്കുകളുമായി നവാസ് മാറി നിൽക്കുമ്പോഴാണ് തന്നെ കലാഭവനിലേക്ക് വിളിച്ചതെന്ന് കലാഭവൻ ഷാജോണും ഓർക്കുന്നു. അത്രയേറെ വേദികളിൽ കലാഭവനിലൂടെ വളർന്ന, കലാഭവനെയും വളർത്തിയ മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു നവാസ്. 1993 KS പ്രസാദ് ആണ് നവാസിനെ കലാഭവനിലേക്ക് എത്തിച്ചത്. മിമിക്രി വേദികളെ കുടുകുടാ ചിരിപ്പിച്ച സിംഗിൾ ബാൻഡ് ഷോകളിലൂടെ നവാസ് അതിനകം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. നന്നായി പാടാൻ അറിയാവുന്ന മികച്ച പാരഡി ഗാനങ്ങളിലൂടെയും അദ്ദേഹം ജനകീയനായി. ഗായിക എസ് ജാനകിയുടെ ശബ്ദം അതിമനോഹരമായി വേദികളിൽ അവതരിപ്പിച്ചിരുന്നു. SP ബാലസുബ്രഹ്മണ്യം ഉൾപ്പെടെ മറ്റൊട്ടേറെ ഗായകരുടെ ശബ്ദവും അനുകരിക്കുമായിരുന്നു. ഒരിക്കൽ നവാസ് ഉൾപ്പെടുന്ന സംഘം ബഹ്റിനിൽ ഷോയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു നാട്ടിൽ പിതാവ് അബൂബക്കറിന്റെ മരണം. പിതാവിനെ അവസാനമായി കാണാൻ കഴിയാതെ പോയതിന്റെ സങ്കടവും എപ്പോഴും നവാസിനുണ്ടായിരുന്നു. പ്രോഗ്രാമുകളുടെ തിരക്കുകൾ മൂലം സിനിമയെ ഗൗരവത്തോടെ എടുത്തിരുന്നില്ലെന്ന് നവാസ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. തുടക്കകാലത്ത് തുടർച്ചയായി കോമഡി കഥാപാത്രങ്ങൾ മാത്രമാണ് ലഭിച്ചത്. മകൾ നെഹ്റിനും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നെഹ്റിൻ നായികയായ കൺഫെഷൻസ് ഓഫ് എ കുക്കു എന്ന ചിത്രം OTT റിലീസ് ചെയ്തിരുന്നു. കലാഭവൻ നവാസിന്റെ ഖബറടക്കം ഇന്ന് നടക്കും. ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ വൈകുന്നേരം 4 മണി മുതൽ 5:30 വരെയുള്ള പൊതുദർശനത്തിന് ശേഷമായിരിക്കും ഖബറടക്കം. എന്തായാലും നമുക്ക് പ്രിയങ്കരരായ ഒരുപാട് കലാകാരന്മാരെ ഈ അടുത്തിടെയായി നഷ്ടപ്പെടുകയാണ്. ആരോഗ്യം നന്നായി നോക്കുന്ന, അധികം പ്രായമില്ലാത്ത, ഒരു രോഗങ്ങൾ മുൻപ് പ്രകടമാക്കാത്ത നവാസിനെ പോലുള്ള ബഹുമുഖ പ്രതിഭകളുടെ ഇത്തരം വിയോഗ വാർത്തകളുമൊക്കെ സത്യത്തിൽ വല്ലാത്ത നടുക്കമുണ്ടാക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമൊക്കെ ഈ അവസ്ഥ അതിജീവിക്കാനുള്ള ശക്തി ഉണ്ടാകട്ടെ. അതോടൊപ്പം കലാഭവൻ നവാസിന് ഫോക്കസ് ന്യൂസ് TVയുടെ ആദരാഞ്ജലികളും.